ഏറ്റവും കൂടുതൽ ലിംഗ അസമത്വം ഉണ്ടായിരുന്നത് സ്വത്തിന്റെ കാര്യത്തിലാണ്. തവിട് കൊടുത്ത് വാങ്ങിയവരാണോ എന്ന് പെൺകുട്ടികളെ കൊണ്ട് ഉള്ളിലെങ്കിലും ചോദിപ്പിക്കുന്നതായിരുന്നു പല ഹിന്ദു കുടുംബങ്ങളിലെയും സ്ഥിതി. കാർഷിക കുടുംബങ്ങളിലും വ്യവസായ കുടുംബങ്ങളിലുമൊക്കെ പിന്തുടർച്ച പൂർണ്ണമായും പുരുഷന്മാരിലേക്ക് പോകും. സ്ത്രീകൾക്ക് വിവാഹത്തിന് നൽകുന്ന 2 ഗ്രാമിന്റെ മോതിരം വരെ കണക്കുകൂട്ടി പറഞ്ഞൊഴിവാക്കും. ലക്ഷങ്ങളല്ല, കോടികളുടെ സ്വത്താകും ഏതാനും ഗ്രാം സ്വർണം നൽകിയതിന്റെ പേരിൽ കിട്ടാതെ പോകുന്നത്. പിതാവിന് 2 ഏക്കർ പൂർവിക സ്ഥലമുണ്ടെങ്കിൽ പുത്രന് 1.25 ഏക്കറും പുത്രിക്ക് 25 സെന്റും എന്നൊക്കെയാണ് ഭാഗപത്രത്തിലെ പതിവ്. പുത്രിക്ക് അതുപോലും നൽകാത്തവരുമുണ്ട്. ഇനി അത് 1 ഏക്കർ വീതം തന്നെ 2 പേർക്കും നൽകേണ്ടി വരും. വീടൊക്കെ ഭാഗം വയ്ക്കുമ്പോൾ പകുതി അവകാശം പെൺമക്കൾക്കുമുണ്ട്. അതിന്റെ മൂല്യത്തിന് തുല്യമായ തുക സഹോദരിക്ക് നൽകി മാത്രമേ സഹോദരൻ അവകാശം സ്വന്തം പേരിലാക്കാൻ കഴിയൂ. ഈ നിയമ ഭേദഗതി നടപ്പാക്കാൻ തടസ്സമായി നിന്നത് 2 വകുപ്പുകളായിരുന്നു. കേരള ഹിന്ദു കൂട്ടുകുടുംബ നിയമത്തിലെ 3, 4 വകുപ്പുകൾ. ഇവ രണ്ടും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി വിധിച്ചു. ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അതിലെ സ്വത്തിൽ അവകാശമുണ്ടാകില്ല എന്ന് സ്ഥാപിക്കുന്ന വകുപ്പുകളായിരുന്നു അവ രണ്ടും. ബർത്ത് ഇൻ ഫാമിലി നോട്ട് ടു ഗീവ് റൈറ്റ്സ് ടു റൈറ്റ്സ് ഇൻ പ്രോപ്പർട്ടി എന്നാണ് ആ ചട്ടം പറഞ്ഞിരുന്നത്. അത് ചൂണ്ടിക്കാണിച്ചാണ് സ്വത്ത് നിഷേധമൊക്കെ നടന്നിരുന്നത്. അതാണ് ഇനി ബാധകമല്ല എന്ന് ഹൈക്കോടതി വിധിച്ചത്.